അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 60 കോടി രൂപ ചിലവിൽ കണ്ണൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. കായികരംഗത്ത് കേരളം ഇന്ത്യക്ക് മാതൃകയെന്നും മന്ത്രി. കല്യാശ്ശേരി മണ്ഡലത്തിലെ നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂൾ 1 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഗ്രൌണ്ട് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണൽത്തിട്ട വില്ലനായി. ഫൈബർ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടു. വലിയ കടപ്പുറം സ്വദേശി 52-കാരനായ കെ നാസറാണ് മരണപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 6:30ഓടെയാണ് അപകടം നടന്നത്. കണ്ടോന്താർ ചെറുവിച്ചേരി ട്രാൻസ്ഫോമർ പരിധിയിൽ ഓവർ വോൾട്ടേജിൽ നിരവധി വീട്ടുപകരണങ്ങൾ തകരാറിലായി. ടിവി, ഫാൻ തുടങ്ങിയ വീട്ടുപകരണങ്ങളാണ് തകരാറിലായത്. സ്ഥലം എം വിജിൻ MLA സന്ദർശിച്ചു. പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമാണ് കേരളം. കേരളം ഒന്നാകെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന വാദഗതി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് വികസനത്തിന്റെ മറവിൽ ഇവിടെ അന്തമില്ലാത്ത കൊള്ളയും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത്. പാരിസ്ഥിതിക നിയമങ്ങളോ വനനിയമങ്ങളോ ഇവിടെ പാലിക്കപ്പെടാറില്ല. വാർത്തകൾ വിശദമായി. 60 കോടി രൂപ ചിലവിൽ കണ്ണൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. കായികരംഗത്ത് കേരളം ഇന്ത്യക്ക് മാതൃകയെന്നും മന്ത്രി. കല്യാശ്ശേരി മണ്ഡലത്തിലെ നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിൽ 1 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഗ്രൌണ്ട് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വന്തമായി ഒരു കായിക പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. കായികരംഗത്ത് ഏറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. കായിക പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം എന്നുള്ള നിലയിൽ കണ്ണൂരിൽ പുതിയ ഇന്റർനാഷണൽ സ്പോർട്സ് ഉതകുന്ന രീതിയിലുള്ള ഒരു സ്റ്റേഡിയം പണിയാനുള്ള നടപടികൾ എടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച പ്രത്യേകം ഒരു യോഗത്തിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി അടിയന്തരമായി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 60 കോടി രൂപ ചെലവിൽ പുതിയൊരു സ്റ്റേഡിയം നിർമ്മാണം നമ്മൾ. ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. കായിക വകുപ്പ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷമീർ KS റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അജയ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, KN ഗീത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മണൽത്തിട്ട വില്ലനായി. ഫൈബർ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടു. വലിയ കടപ്പുറം സ്വദേശി 52-കാരനായ കെ നാസറാണ് മരണപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 6:30ഓടെയാണ് അപകടം നടന്നത്. പാലക്കോട് കടപ്പുറം അഴിമുഖത്ത് ഫൈബർ വള്ളം മണൽത്തിട്ടയിലിടിച്ച് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. വലിയ കടപ്പുറം സ്വദേശി കെ നാസറാണ് മരണപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 6:30ഓടെയാണ് അപകടം നടന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. പുലിമുട്ട് നിർമ്മാണം നടക്കാത്തതിനെ തുടർന്ന് അഴിമുഖത്ത് മണൽത്തിട്ടകൾ രൂപപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജോലിക്കും ഭീഷണിയാണെന്ന് നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികാരികൾ ചെവികൊണ്ടിരുന്നില്ല. പുലിമുട്ട് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് കാരണം മണൽത്തിട്ടകൾ രൂപപ്പെടുന്നത് തടയാൻ സാധിച്ചിരുന്നില്ല. അധികൃതർ പ്രശ്നം ഗൗരവമായി എടുക്കാത്തത് കാരണമാണ് ഇവിടെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കണ്ടോന്താർ ചെറുവിച്ചേരി ട്രാൻസ്ഫോമർ പരിധിയിൽ ഓവർ വോൾട്ടേജിൽ നിരവധി വീട്ടുപകരണങ്ങൾ തകരാറിലായി. TV, ഫാൻ തുടങ്ങിയ വീട്ടുപകരണങ്ങളാണ് തകരാറിലായത്. സ്ഥലം M. വിജിൻ MLA സന്ദർശിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കണ്ടോന്താർ ചെറുവിച്ചേരി ഭാഗത്താണ് ഓവർ വോൾട്ടേജിൽ നിരവധി വീടുകളിലെ വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ചെറുവിച്ചേരി ട്രാൻസ്ഫോമർ പരിധിയിൽപ്പെട്ട വീടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് തകരാറിലായത്. TV, ഫാൻ, മിക്സി, ബൾബ്, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങൾ തകരാറിലായി. കഴിഞ്ഞ ആഴ്ചയും സമാനമായ സംഭവമുണ്ടായിരുന്നു. അന്നും നിരവധി വീടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തകരാറിലായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. സ്വിച്ച് ഇടുമ്പോൾ തന്നെ തീപ്പൊരിയാണ് വരുന്നത്, അതിന് പുക പോകുന്നു. ഇന്ന് രാവിലെ അതുമാതിരി മിക്സി ഓണാക്കിയിട്ട് അരക്കുന്ന സമയത്ത് തീപ്പൊരി പറന്ന്. അതിന് ഞാൻ അടുത്ത വീട്ടിലെ സുജാതയുടെ പോയിട്ട് ഞാൻ അരക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ഓട് പറഞ്ഞ് എൻ്റെ TV ഇപ്പോൾ ഒച്ച കെട്ടി സുധിച്ച് എൻ്റെ TVയും കത്തിപ്പോയിന്. കുറച്ച് കഴിയുമ്പോൾ ഓൾ TVയും കത്തിന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ പങ്കജാക്ഷിയുടെ വീട്ടിൽ അനുഭവം ഉണ്ടായിന്, ഇപ്പോൾ പ്രസന്നച്ച വീട്ടിൽ നിന്ന് അനുഭവം ഉണ്ടായി. രാവിലെ നമ്മുടെ 3-4 വീട്ടിലാണ് നമുക്ക് ഇന്നത്തെ അനുഭവം ഉണ്ടായിന്. അടിക്കടി ഉണ്ടാകുന്ന ഈ വോൾട്ടേജ്, ഓവർ വോൾട്ടേജും ഈ ഇലക്ട്രോണിക്സ് ഉപകരണം കത്തി നശിക്കുകയും ചെയ്യുന്നത് ഈ ഭാഗങ്ങളുള്ള വീട്ടുകാർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായി തീരുകയും ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ ഒരു ഭീഷണിയായി തീരുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. വിവരമറിഞ്ഞ M. വിജിൻ MLA നാശനഷ്ടം സംഭവിച്ച വീടുകൾ സന്ദർശിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ KSEB ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ജനങ്ങളുടെ വളരെ വൈകാരികമായ തലം, അതുമായി ബന്ധപ്പെട്ട് KSEBയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. സംഭവത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കണമെന്ന് KSEBയുടെ AX ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദമായി പരിശോധിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കണം എന്നാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പഞ്ചായത്ത് അംഗം PV ഷൈനയും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഓവർ വോൾട്ടേജിൽ പ്രദേശവാസികൾ പ്രയാസത്തിലായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലത്ത് ആധുനിക സ്റ്റേഡിയം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി V. അബ്ദുറഹിമാൻ നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷം ഉൾപ്പെടെ 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. കായിക മേഖലയിൽ അടിസ്ഥാന വികസനത്തിനായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പണം ചിലവഴിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് സ്റ്റേഡിയം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി V. അബ്ദുറഹിമാൻ പറഞ്ഞു. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് കായികക്ഷമത ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടുണ്ട്. സംസ്ഥാനത്ത് കായികക്ഷമതാ മിഷന്റെ പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ കായിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് മാത്രമായി 2000 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെലവഴിച്ചിട്ടുള്ളത്. ചടങ്ങിൽ M. വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. കായിക വകുപ്പ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷമീർ KS റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 1 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും സ്റ്റെപ്പ് ഗാലറി, ഫെൻസിംഗ്, ഡ്രൈനേജ് സംവിധാനം, റീറ്റെയിനിംഗ് വാൾ, ചുറ്റുമതിൽ, ഗേറ്റ്, ഫ്ലഡ് ലൈറ്റ് എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമാണ് കുഞ്ഞിമംഗലത്തെ ഗ്രൗണ്ട് നവീകരണത്തോടെ സാധ്യമാകുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അജയകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുണ്ടയാട് ശശീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, KP റീന, MV ദീപു, K. സുമയ്യ, V. ശങ്കരൻ, VV രാഘവൻ, VK കരുണാകരൻ, TP മുസ്തഫ, VV പ്രകാശൻ, P. ഗോവിന്ദൻ, KM ബാലകൃഷ്ണൻ, P. കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമാണ് കേരളം. കേരളം ഒന്നാകെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന വാദഗതി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് വികസനത്തിന്റെ മറവിൽ ഇവിടെ അന്തമില്ലാത്ത കൊള്ളയും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത്. പാരിസ്ഥിതിക നിയമങ്ങളോ വനനിയമങ്ങളോ ഇവിടെ പാലിക്കപ്പെടാറില്ല. ബറ്റിണ്ട എയിംസിലെ MS സർജറി വിദ്യാർത്ഥി പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ ഡോക്ടർ മിഥുൻ മധുസൂദനൻ കാർ അപകടത്തിൽ മരണപ്പെട്ടു. സംസ്കാരം രാവിലെ 10 മണിക്ക് മഹാദേവ ഗ്രാമം സ്മൃതിയിൽ. ബട്ടിണ്ട എയിംസിലെ MS സർജറി വിദ്യാർത്ഥി പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ ഡോക്ടർ മിഥുൻ മധുസൂദനൻ ചണ്ഡീഗഡിലേക്കുള്ള യാത്രയ്ക്കിടെയുണ്ടായ കാറപകടത്തെ തുടർന്ന് എയിംസിൽ വെച്ച് മരണപ്പെട്ടു. KK മധുസൂദനനാണ് പിതാവ്. മാതാവ് TA ഗീത, സഹോദരി നമിത മനോജ്, ഭാര്യ ഡോക്ടർ ഉത്തര. ഞായറാഴ്ച രാവിലെ 8:30 മഹാദേവ ഗ്രാമത്തിലെ പൊതുദർശനത്തിനു ശേഷം വീട്ടിൽ പൊതുദർശനം നടക്കും. സംസ്കാരം 10 മണിക്ക് മഹാദേവ ഗ്രാമം സ്മൃതിയിൽ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂരിൽ MSF SFI നേതാക്കൾ ഹോട്ടലിന് മുന്നിൽ ഏറ്റുമുട്ടി. 5 പേർ ആശുപത്രിയിലായി. രാത്രിയിൽ ഉണ്ടായ സംഘർഷം 3/4 മണിക്കൂറോളം നീണ്ടതായി നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ.
വെള്ളിയാഴ്ച രാത്രി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ സംഘങ്ങളാണ് തമ്മിൽ ഏറ്റുമുട്ടിയത്. പരിക്കേറ്റ 5 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. MSF, SFI സംഘടനകളുടെ ഭാരവാഹികളായ നേതാക്കളാണ് തൃക്കരിപ്പൂർ മൃഗാശുപത്രിക്കടുത്തുള്ള ഹോട്ടലിന് മുന്നിൽ സംഘടിതമായി ഏറ്റുമുട്ടിയത്. അക്രമത്തിൽ പരിക്കേറ്റ SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം വി കാർത്തിക്, ഏരിയ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു, DYFI പിലിക്കോട് മേഖലാ സെക്രട്ടറി N ജിഷ്ണു, KV വിഷ്ണു എന്നിവരെ പയ്യന്നൂരിലെയും തൃക്കരിപ്പൂരിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിൽ തലയ്ക്ക് പരിക്കേറ്റ MSF പ്രവർത്തകൻ തൃക്കരിപ്പൂർ മണിയനൊടിയിലെ മുസമിലിനെ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 9:15 തുടങ്ങിയ സംഘർഷം 3/4 മണിക്കൂറോളം നീണ്ടുനിന്നതായി പോലീസ് ശേഖരിച്ച നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിലുണ്ട്. ചന്ദേര അഡീഷണൽ SI K സതീശന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത്. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ആഴ്ച മുൻപ് UDSF സംഘടനകൾ യൂണിറ്റ് രൂപീകരണ വേളയിൽ MSF, KSU നേതാക്കൾക്ക് നേരെ അക്രമമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രിയിലുണ്ടായ അക്രമമെന്ന് പോലീസ് കരുതുന്നു. സംഭവത്തിൽ ചന്ദര പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ന്യൂസ് അവറിൽ ഇന്നിടവേള. ഓണത്തെ വരവേൽക്കാൻ ഖാദി സംഘം ഒരുങ്ങി. ഓഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന ഖാദി ഓണം മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ MLA ടി മധുസൂദനൻ നിർവഹിച്ചു. ഖാദി ഓണം മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ MLA ടി മധുസൂദനൻ നിർവഹിച്ചു. എല്ലാ വർഷവും ഓണം ഉൾപ്പെടെയുള്ള റിലേറ്റ് സീസണുകളിൽ വലിയ നിലയിൽ ജനങ്ങൾ ഖാദിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും പയ്യന്നൂർ മുനിസിപ്പൽ വാർഡ് കൗൺസിൽ KK കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സുമന P ഷേണായി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ചടങ്ങിൽ സംഘം സെക്രട്ടറി PK സന്തോഷ്, ട്രഷറർ VK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധമായ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിലെ ഭാവന സമ്പന്നരായ നെയ്ത്തുകാർ നെയ്തെടുത്ത സിൽക്ക് സാരികളുടെ കളക്ഷനുകളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പയ്യന്നൂർ സ്പെഷ്യൽ ഖാദി ഷർട്ടുകൾ, ന്യൂ ജനറേഷൻ ഷർട്ടിങ്ങുകൾ, പ്രകൃതിദത്തവും ആരോഗ്യദായകവുമായ ഉന്നക്കിടക്കകൾ, തലയണകൾ, ബെഡ്ഷീറ്റുകൾ എന്നിവ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഖാദി ഗ്രാമോദ്योग ഭവനുകളിൽ നിന്നും 30% ഗവൺമെന്റ് റിബേറ്റോടുകൂടി ലഭിക്കുന്നതാണ്. കൂടാതെ ഓരോ 1000 രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്ന സമ്മാന പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് IQACയുടെയും ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ല് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കണ്ടന്റ് റൈറ്റിംഗ് ആൻഡ് PPT പ്രസന്റേഷൻ എന്ന വിഷയത്തിൽ ഏകദിന ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കല്യാശ്ശേരി മണ്ഡലം MLA M വിജിൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് IQACയുടെയും ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കണ്ടന്റ് റൈറ്റിംഗ് ആൻഡ് PPT പ്രിപ്പറേഷൻ എന്ന വിഷയത്തിൽ ഏകദിന ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കല്യാശ്ശേരി മണ്ഡലം MLA M വിജിൻ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു ആലോചനയാണ് ഒരുപക്ഷെ ഈ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അത് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഇന്നിവിടെ വരുന്ന ശശിഗോപാലൻ സാർ. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ ഇക്കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നൊരു ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതിലും ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടായി. കാരണം കേരള നിയമസഭയിൽ ഏതാണ്ട് 5 സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ബജറ്റിൻ്റെ ഭാഗമായി ഉൾപ്പെടെ പ്രഖ്യാപിച്ചതിൽ പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഗണിതശാസ്ത്ര വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ശശി ഗോപാലനും വിദ്യാർത്ഥികളും ചേർന്ന് ക്ലാസുകൾ കൈകാര്യം ചെയ്തു. 50ഓളം അധ്യാപകരും ഗവേഷകരും ക്ലാസ്സിൽ പങ്കെടുത്തു. IQAC കോർഡിനേറ്റർ ഡോക്ടർ PR സ്വരൻ, ഡോക്ടർ സിന്ധു A തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. യുദ്ധത്തിനെതിരെ കൂറ്റൻ ക്യാൻവാസിൽ വിദ്യാർത്ഥികളുടെ ഒപ്പുശേഖരണം നടത്തി പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പ്രധാനാധ്യാപകൻ S സുബൈർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കാളികളായി. ചരിത്രത്തിന്റെ ഏടുകളിൽ കറുത്ത ദിനമായി രേഖപ്പെടുത്തിയ നാഗസാക്കി ദിനത്തിൽ
ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് കൂറ്റൻ ക്യാൻവാസിൽ ഒപ്പ് ശേഖരണം നടത്തിയത്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കാളികളായി. പ്രധാനാധ്യാപകൻ എസ് സുബൈർ ഉദ്ഘാടനം ചെയ്തു. യുദ്ധവിരുദ്ധ സന്ദേശം കുട്ടികളിലേക്ക് നൽകുന്നതിനായാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. വി കെ അനസ്, വി പി മജീദ്, കെ അബൂട്ടി, എം ശ്രീജ, പി പി സെഫാൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി കോഴി ബസാർ പുതിയങ്ങാടി റോഡ് തകർന്ന് ചെളിക്കുളമായി മാറി. ഇതുവഴിയുള്ള വാഹന കാൽനടയാത്ര ഏറെ ദുഷ്കരം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മഴ പെയ്തതോടെ കോഴി ബസാർ പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. റോഡിലെ കുഴിയിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങി. അടുത്ത കാലത്തായി റീടാറിംഗ് നടത്തിയ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞത്. മഴക്കാലത്ത് വെള്ളമൊഴുകിപ്പോകാൻ ഡ്രൈനേജ് ഇല്ലാത്തതും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഒരു 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്ത ഈ മഴക്കാണ് ഇത്രയും പൊട്ടിയത്. അതുപോലെ അങ്ങോട്ടൊരു വലിയ ഗന്ധം വന്നിട്ടുണ്ട്. കാരണം ഒരു വണ്ടി മിനിയാന്ന് താണ്ടിട്ട് കുഴിയിലേക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം ഈ റോഡിൽ പെടുന്നതാണ്. ഇത് പഞ്ചായത്തോ PWD ഏതാണെന്നറിയില്ല, നമുക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ഇത്രയും കുട്ടികൾ നടന്നു പോകുന്നത് നമ്മുടെ ഹൈസ്കൂൾ മെയിൻ റോഡായത്. ഹൈസ്കൂൾ റോഡാണ്, കോഴി ബസാർ ടച്ച് ഹൈസ്കൂൾ. അത്രയും വാഹനവും കുട്ടികളും പോകുന്നത്. അപ്പോൾ ഇത്രയും ഒരു വലിയ ഒരു ഗട്ടർ ഇവിടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഒന്നിക്കൽ കോൺക്രീറ്റ് ഇവിടുന്ന് അവിടം വരെ ചെയ്യാം, കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട്. അതേ ഒരു പരിഹാരമുള്ളൂ. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന പ്രധാന റോഡുകളിൽ ഒന്നാണിത്. റോഡിലെ ചെളിവെള്ളത്തിലൂടെ യാത്ര ചെയ്തു വേണം ഇതുവഴി കടന്നു പോകാൻ. അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദി ലൈഫ് അൺലിവ്ഡ് എന്ന പേരിൽ ചിത്രപ്രദർശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 11 മുതൽ 14 വരെയാണ് ശ്രീനി വണ്ണാടിൽ വരച്ച 20 ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുന്നത്. ജീവിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് മാത്രം നാം ജീവിച്ചിട്ടില്ലാത്ത ഇതര ജീവിതത്തിലൂടെ വഴി നടത്തുന്ന 20 ചിത്രങ്ങളാണ് ഈ ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചിത്രകാരനായ ശ്രീനി വണ്ണാടിൽ അവകാശപ്പെടുന്നു. അക്രിലിക് എണ്ണച്ചായ മാധ്യമങ്ങളിൽ രചിച്ച 20 ചിത്രങ്ങൾക്ക് പുറമെ വയനാട് പശ്ചാത്തലമാക്കി ഒരു ചിത്രം കൂടി പ്രദർശനത്തിന് ഉണ്ടാകുമെന്നും അത് വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും വയനാട് റീബിൽഡ് ചെയ്യുന്നതിലേക്ക് സംഭാവന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ശ്രീനി വണ്ണാടിൽ പറഞ്ഞു. ഓഗസ്റ്റ് 11 മുതൽ 14 വരെ ചിത്രപ്രദർശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. മാധ്യമസമ്മേളനത്തിൽ എസ് സന്ധ്യ, ശ്രീനി വണ്ണാടിൽ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. MR ടെക് എന്റർപ്രൈസസ് മാതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ജൂനിയർ സിനിമാ താരം ശ്രീപത് യാൻ ഉദ്ഘാടനം ചെയ്തു. MR ടെക് എന്റർപ്രൈസസ് മാതമംഗലം ഭാരത് പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ജൂനിയർ സിനിമാ താരം ശ്രീപത് യാൻ ഉദ്ഘാടനം ചെയ്തു. എക്സിഡ്, ആമറോൺ എന്നീ കമ്പനികളുടെ എല്ലാ വാഹനങ്ങളുടെയും ബാറ്ററികൾ ഇവിടെ ലഭ്യമാകും. ഇൻവെർട്ടറുകൾ, സോളാർ കണക്ഷൻ, റീചാർജ് ബാറ്ററികൾ, ബാറ്ററി ആസിഡ്, ഡിസ്റ്റിൽ വാട്ടർ, വാട്ടർ പ്യൂരിഫൈ പ്ലാന്റ്, മിനി വാട്ടർ പ്യൂരിഫൈ സിസ്റ്റം തുടങ്ങിയവയുടെ സേവനവും ലഭ്യമാണ്. തവണ വ്യവസ്ഥയിൽ ഇൻവെർട്ടർ സ്വന്തമാക്കാനും അവസരമുണ്ട്. വിവിധ ബ്രാൻഡഡ് കമ്പനിയുടെ ആമറോൺ ബാറ്ററി, അതുപോലെ എക്സൈഡ്, ഇതിൻ്റെ മെയിൻ ഡീലർഷിപ്പ് കൊണ്ട് ബാറ്ററികൾ, അതുപോലെ ഓട്ടോമോട്ടീവ് ബാറ്ററികൾ, ഇൻവെർട്ടറുകൾ, അതുപോലെ വാട്ടർ ഹീറ്ററുകൾ, ഇങ്ങനെയുള്ള സംരംഭമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായിട്ട് എല്ലാവരും സഹകരിക്കുന്ന നല്ല പ്രതീക്ഷയോടുകൂടി. അതുപോലെ ഞങ്ങൾ മാസം ഇൻവെർട്ടറൊക്കെ ഒരു തവണ വ്യവസ്ഥയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും സഹകരിക്കുന്ന നല്ല പ്രതീക്ഷയിലാണ്. കൂടാതെ ഞങ്ങളുടെ സഹോദര സ്ഥാപനം ചന്തപ്പുരയിലുണ്ട്. ഞങ്ങളുടെ മെയിൻ ഹെഡ് ഓഫീസ് പയ്യന്നൂരുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ആരോഗ്യരംഗത്ത് കരുതലിന്റെ കരസ്പർശവുമായി കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്കും എത്തുന്നു. ബാങ്കിന്റെ കീഴിലുള്ള ഹോം കെയറിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 12 തിങ്കൾ രാവിലെ 10 മണിക്ക് ടി മധുസൂദനൻ MLA നിർവഹിക്കും.
കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി ഹോം കെയറിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 12 രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അറിയിച്ചു. കിടപ്പ് രോഗികൾ, വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുന്നവർ, ആശുപത്രികളിലെത്തി ചികിത്സ തേടാൻ കഴിയാത്തവർ എന്നിവർക്കായി അവരുടെ വീട്ടുപടിക്കൽ ഡോക്ടറുടെ സേവനം എത്തിക്കുകയെന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഇത്തരം രോഗികളുടെ കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിൽ മുൻകൂറായി എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ വീടുകളിൽ ഓരോ ആഴ്ചയിലും ഒരു ദിവസം എന്ന ക്രമത്തിൽ ഡോക്ടറും നഴ്സിംഗ് അസിസ്റ്റന്റും അടക്കമുള്ള ഹോം കെയർ യൂണിറ്റ് പ്രവർത്തകർ നേരിട്ട് എത്തിച്ചേർന്ന ആവശ്യമായ സേവനം നൽകുന്നതാണ്. ആവശ്യമെങ്കിൽ ഷുഗർ, പ്രഷർ തുടങ്ങിയ പരിശോധനകളടക്കം നടത്തി വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകും. പരിശോധന ഫീസ് ഒരു തവണ വരുന്നതിന് 150 രൂപയാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാത്ത വീടുകളിൽ ഡോക്ടറുടെ സേവനം ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ ടെലിഫോൺ നമ്പറിലൂടെ അറിയിച്ചാൽ ക്രമപ്രകാരം സേവനം ലഭ്യമാക്കുന്നതാണ്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തായിരിക്കും ഈ പദ്ധതിയുടെ പ്രവർത്തന പരിധി. ആഴ്ചയിൽ 6 ദിവസം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് റുട്ടീൻ ഗൃഹസന്ദർശന സമയം. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. ലേജു അധ്യക്ഷത വഹിക്കും. ബാങ്ക് ഡയറക്ടർ ടി.വി. ഗോവിന്ദൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തും. പി.വി. ചന്ദ്രൻ മാസ്റ്റർ, കെ. ദിനേശൻ, പി. രമേശൻ, കെ. സുധാകരൻ, ടി.വി. ശിവാനന്ദൻ, എം. ശശിധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വയനാട്ടിൽ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് സഹായം നൽകി. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. തുക ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും ജനപ്രതിനിധികളുടെ 1 മാസത്തെ ഓണറേറിയം ഉൾപ്പെടെ 6,28,150 രൂപയാണ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി പി. ശ്രീലേഖ എന്നിവരിൽ നിന്നും ടി.ഐ. മധുസൂദൻ എം.എൽ.എ. തുക ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി. തമ്പാൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഷൈനി ബ്രിജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. നാടൻ രുചികളും നാട്ടറിവുകളും പകർന്ന് ചെറുകുന്ന് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർക്കിടക ഫെസ്റ്റ് വിവിധ തരത്തിലുള്ള പായസങ്ങൾ ആയിരുന്നു ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം. ചെറുകുന്ന് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് ടി. നിഷ ഉദ്ഘാടനം ചെയ്തു. ചക്കപ്പായസം, ചെറുപയർ, ഉലുവ, ഗോതമ്പ് തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ പായസമെല്ലാം ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണമായിരുന്നു. ഇലക്കറികളും അവ കൊണ്ടുണ്ടാക്കിയ വിവിധ വിഭവങ്ങളും ഒപ്പം പലഹാരങ്ങളും കാർഷികോൽപ്പന്നങ്ങളും ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കർക്കിടക ഉലുവക്കഞ്ഞിയും ഒരുക്കിയിട്ടുണ്ട്. 3 ദിവസങ്ങളിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10ന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കളിപ്പാവകൾ എന്ന നാടകം അവതരിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10ന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കളിപ്പാവകൾ എന്ന നാടകം അവതരിപ്പിച്ചു. പരിപാടിയിൽ ഡോക്ടർ സുരേഖ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിഷ്ണു CV, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. യുദ്ധത്തിന്റെ തീവ്രതയും യുദ്ധത്തിന്റെ അനന്തരഫലത്തിന്റെയും സാരാംശം കളിപ്പാവകൾ എന്ന നാടകത്തിൽ ഉൾക്കൊണ്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഹിന്ദു ഐക്യവേദി പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി ഹരിഹരൻ, പനക്കിൽ ബാലകൃഷ്ണൻ, രവീന്ദ്രൻ C, രാജേഷ് P, ജയരാജ് കരിവള്ളൂർ, ബാബു അരയമ്പത്ത്, രവീന്ദ്രൻ MP എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രകൃതി സംരക്ഷണം ജീവസംരക്ഷണം എന്ന സന്ദേശവുമായി തന്റെ സൈക്കിളിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാനൊരുങ്ങി പിലാത്തറ സ്വദേശി ആശിഷ്. ഓറ ഹോം സൊല്യൂഷൻ പയ്യന്നൂർ സ്പോൺസർ ചെയ്ത ആശിഷിന്റെ സൈക്കിൾ യാത്ര പ്രമുഖ വ്യവസായി വിജയകുമാർ നെരൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു.
പ്രകൃതി സംരക്ഷണം ജീവസംരക്ഷണം എന്ന സന്ദേശവുമായി തന്റെ സൈക്കിളിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാനൊരുങ്ങി ഐ ആം സ്ട്രേഞ്ചർ യൂട്യൂബർ കൂടിയായ പിലാത്തറ സ്വദേശി ആശിഷ്. ഔറ ഹോം സൊല്യൂഷൻ പയ്യന്നൂർ സ്പോൺസർ ചെയ്ത ആശിഷിന്റെ സൈക്കിൾ യാത്ര വ്യവസായി വിജയകുമാർ നെരൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്ററും ഓറ ജനറൽ മാനേജറുമായ ശ്രീദർശൻ, കെ സുരേഷ്, ഷിബിൻ കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വി പ്രമോദ് കുമാർ ഉപഹാരം നൽകി. വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായി സ്റ്റാഫ് അംഗങ്ങൾ ആശിഷിന് യാത്ര ആശംസകൾ നേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. SSLC +2 ഉന്നത വിജയികൾക്ക് അനുമോദനം നൽകി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത്. പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ AC ശ്രീഹരി ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയികളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന പരിപാടി പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ AC ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും MT സംഘടനയുടെ പ്രസിഡന്റാണ് കാങ്കോലും മറ്റ് ഈ നാട്ടിൻ്റെ പല ഭാഗങ്ങളൊക്കെ ഇംഗ്ലീഷ് അമ്മമാർക്കും വിദ്യാർത്ഥി കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ എത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് റഷ്യൻ ഫിലോസഫറായിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകനായിട്ടുള്ള വൈഗോട്സ്കിയുടെ തിയറി. ആ സിദ്ധാന്തം പറയുന്നത് വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ വരുന്നത് ഒരു അറിവും ഇല്ലാതെയല്ല, അധ്യാപകരാണ് അറിവിന്റെ നിറവിടുന്ന വിദ്യാർത്ഥികൾ ഒഴിഞ്ഞ പാത്രങ്ങളാണെന്ന് പൊതുവെ ധാരണ മാറ്റിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി. സതീശൻ TM, വൈസ് പ്രസിഡന്റ് K പത്മിനി, ബിന്ദുമോൾ, സുരേഷ് ബാബു, K മോഹനൻ, K ഗോവിന്ദൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 60 കോടി രൂപ ചിലവിൽ കണ്ണൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ. കായിക രംഗത്ത് കേരളം ഇന്ത്യക്ക് മാതൃകയെന്നും മന്ത്രി. കല്യാശ്ശേരി മണ്ഡലത്തിലെ നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂൾ 1 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഗ്രൌണ്ട് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണൽത്തിട്ട വില്ലനായി. ഫൈബർ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടു. വലിയ കടപ്പുറം സ്വദേശി 52-കാരനായ K നാസറാണ് മരണപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 6:30ഓടെയാണ് അപകടം നടന്നത്. കണ്ടോന്താർ ചെറുവിച്ചേരി ട്രാൻസ്ഫോമർ പരിധിയിൽ ഓവർ വോൾട്ടേജിൽ നിരവധി വീട്ടുപകരണങ്ങൾ തകരാറിലായി. TV, ഫാൻ തുടങ്ങിയ വീട്ടുപകരണങ്ങളാണ് തകരാറിലായത്. സ്ഥലം M വിജിൻ MLA സന്ദർശിച്ചു. പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമാണ് കേരളം. കേരളം ഒന്നാകെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന വാദഗതി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് വികസനത്തിന്റെ മറവിൽ ഇവിടെ അന്തമില്ലാത്ത കൊള്ളയും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത്. പാരിസ്ഥിതിക നിയമങ്ങളോ വനനിയമങ്ങളോ ഇവിടെ പാലിക്കപ്പെടാറില്ല. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.